friends, I hope you guys are doing good. അപ്പോൾ എല്ലാവരും ഇന്നത്തെ കളിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? 12:30 ഇന്ന് മാച്ച് ഉണ്ട്, എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരിക്കും. ബട്ട് ഇൻ ബിറ്റ്വീൻ നമ്മളുടെ ക്രിസ്മസ് എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു, ഇതിൻ്റെ ഇടയിൽ ബാക്കി സബ്ജക്റ്റിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇന്ന് നമുക്ക് വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, we are going to actually solve all the problems based on the chapter. We are going to complete this theory part, everything. Okay, so kalide idail namukku idum kuടി തീർക്കാം, right? അപ്പം വർക്ക് എനർജി പവർ ഈ വേർഡ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന വേർഡ്സ് ആണ്, മേ ബി നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേർഡ്സ് ആണ് അല്ലേ? അപ്പം ചിലപ്പോൾ നമ്മൾ പറയും, ഓ എനിക്ക് കുറെ ഹോംവർക്ക് ഉണ്ട്, നമുക്ക് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല, എഴുതാൻ പറ്റിയില്ല, മാർക്ക് കുറേയൊക്കെ ചെയ്താൽ ടീച്ചേഴ്സ് എന്ത് പറയും? യു ഹാവ് ടു വർക്ക് ഹാർഡ് അല്ലേ? അപ്പം വർക്ക് എന്ന് പറയുന്ന വേർഡ് നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പറയും ആ വർക്ക് നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും അല്ലേ? അപ്പം എന്താണ് ഇൻ ടേംസ് ഓഫ് ഫിസിക്സ് വാട്ട് ഈസ് വർക്ക്? അതാണ് നമ്മൾ ഇന്ന് ഇവിടുന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? അപ്പം എന്താണ് വർക്ക്? വർക്ക് എന്താണ്? ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു, ലാസ്റ്റ് ക്ലാസ്സിലെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു ലോസ് ഓഫ് മോഷനിൽ ഒരു വർക്ക് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ്ഡ് ആവണമെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്ന്, റൈറ്റ്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താലേ എന്ത് സംഭവിക്കും? ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്താലേ എന്ത് സംഭവിക്കുള്ളൂ? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പം ലെറ്റ് മീ സേ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. സോ ഐ എം ഗോയിങ് ടു അപ്ലൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്, ഓക്കെ, ഇൻ ദാറ്റ് ഡയറക്ഷൻ. എനിക്കത് റൈറ്റ് സൈഡിലേക്ക് ഈ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യണം. ഓക്കെ, അപ്പം എങ്ങോട്ടാണോ എനിക്ക് മൂവ് ചെയ്യിപ്പിക്കേണ്ടത് ആ സൈഡിലേക്കല്ലേ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യാം, റൈറ്റ്? അപ്പോൾ എനിക്ക് ഇതിനെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിപ്പിക്കണം. സോ ഞാൻ ആ ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് റെസ്റ്റിലായിരുന്നു, ഇതെന്താകും? ഇത് ഡിസ്പ്ലേസ്ഡ് ആകും, റൈറ്റ്? ഇതിനൊരു ഡിസ്പ്ലേസ്മെന്റ് വരും. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫോഴ്സ് ആക്ട് ചെയ്തതും ഒരു ഡയറക്ഷനിൽ, ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചതും ഒരു ഡയറക്ഷനിൽ. സോ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഫോഴ്സ് ഹാസ് ഡൺ എ വർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ ആ ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ്ഡ് ആവുകയാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഫോഴ്സ് ഹാസ് ഡൺ എ വർക്ക്, റൈറ്റ്? ക്ലിയർ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ work, when a force acts on an object and the object displaced in the direction of force applied, we say that the force has done a work on the object. അതായത് ഒരു ബലം ഒരു വസ്തുവിന്റെ മുകളിൽ പ്രയോഗിക്കുമ്പോൾ ആ ബലം പ്രയോഗിച്ച ദിശയിൽ ആ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ വസ്തുവിന്റെ മുകളിൽ ആ ബലം ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയും, റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ്, ഈ പ്രവൃത്തി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും? വർക്ക് എന്തിനൊക്കെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക? ഞാനിപ്പോൾ ഇവിടെ ഒരു സിനാരിയോ പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. സോ ഇവിടെ ഒരു മാസുള്ള, ഒരു 30 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആൻഡ് ഒരു ലെറ്റ്സ് സേ എ എന്ന് പറയുന്ന ഒരു കുട്ടി ഇതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആൻഡ് ദർ ഈസ് അനദർ ഒബ്ജക്റ്റ് ദാറ്റ് ഹാസ് എ മാസ് 50 kg. ഓക്കെ, ബി എന്ന് പറയുന്ന ഒരു കുട്ടി ഇതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആൻഡ് ഇതൊരു ഹൊറിസോണ്ടൽ പ്ലെയിനിലൂടെയാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലൂടെ ഈ മാസിലെ ഡിഫറെൻറ്റ് മാസിലെ ഈ ഒബ്ജക്ട്സ് അവരെന്ത് ചെയ്യുന്നു? പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് രണ്ടുപേരും സെയിം സ്പീഡിലാണ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദേ കവർ എ ഡിസ്റ്റൻസ് ഓഫ് 50 മീറ്റർ, റൈറ്റ്? ഒരു 50 മീറ്റർ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? അവർ കവർ ചെയ്യുന്നു. ഓക്കെ, അപ്പം രണ്ട് ഡിഫറെൻറ്റ് മാസുള്ള ഒബ്ജക്ട്സ് രണ്ടാൾക്കാർ സെയിം സ്പീഡിൽ പുഷ് ചെയ്യുന്നു, ഡിസ്പ്ലേസ് ചെയ്യുന്നു, ഫോഴ്സ് കൊടുത്ത് ഡിസ്പ്ലേസ് ചെയ്യുന്നു, 50 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 50 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്തപ്പം ഇതിൽ ആരായിരിക്കും കൂടുതൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടാവുക? ഈ രണ്ട് കുട്ടികളിൽ ഏത് കുട്ടിയായിരിക്കും കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക? വാട്ട് ഡു യു തിങ്ക്? റൈറ്റ്, എല്ലാവർക്കും ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? കൂടുതൽ മാസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു കല്ല് നീക്കാനാണോ വലിയൊരു കല്ല് നീക്കാനാണോ നമ്മൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക? ഓഫ് കോഴ്സ് വലിയ സാധനം നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഉന്തേണ്ടി വരും അല്ലേ? സെയിം വേ ഇതിന് മാസ് കൂടുതലാണ്, മാസ് കൂടിയപ്പോൾ കൊടുക്കേണ്ട ഫോഴ്സും കൂടുതലായിരിക്കും. സോ ഫോഴ്സ് കൂടുമ്പോൾ എന്ത് പറയാം? അത് ആ കുട്ടി അവിടെ ചെയ്ത പ്രവൃത്തി കൂടി എന്ന് പറയാം. അതായത് ബി എന്ന് പറയുന്ന കുട്ടി ചെയ്ത പ്രവൃത്തി വർക്കാണ് എന്ത്? കൂടുതൽ എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് പറയാം എന്ത് വർക്കിന് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പറയാം. ലെറ്റ് ഇറ്റ് ബി. സോ അനദർ കേസ്, നെക്സ്റ്റ് കേസിൽ ഞാൻ രണ്ട് സെയിം മാസുള്ള ഒബ്ജക്ട്സ് എടുക്കാൻ പോവാണ്. ഒരു 30 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റും
വേറൊരു ഒബ്ജക്റ്റ് വിത്ത് സെയിം മാസ് 30 kilogram. And the same scenario, two girls or whatever, A and B, they are actually pushing, means giving a force in a horizontal plane. ഒരു തിരശ്ചീനമായ ഒരു പ്രതലത്തിൽ അവർ എന്ത് ചെയ്യുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദ ഫസ്റ്റ് ഗേൾ ആക്ച്വലി കവർ എ ഡിസ്റ്റൻസ് ഓഫ് 50 meter and the second girl actually cover a distance of 70 meter. Okay, ആദ്യത്തെ ആള് ഈ 30 kilogram മാസുള്ള ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്തിട്ട് ഒരു 50 meter കവർ ചെയ്യുന്നു. ആൻഡ് ദ അതർ ഗേൾ ആക്ച്വലി കവറിങ് എ 70 meter. ഇൻ ദിസ് കേസ് ഹൂ ഹാസ് ഡൺ മോർ വർക്ക്? ഓഫ് കോഴ്സ് ആരാണോ കൂടുതൽ ദൂരം കൊണ്ടുപോയത് അയാളായിരിക്കും കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക, അല്ലെ? കൂടുതൽ ദൂരം ആരാണോ കൊണ്ടുപോയത്, കവർ ചെയ്തത്, അയാളായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഡിസ്പ്ലേസ്മെന്റ് കൂടുതൽ നടന്നത് എവിടെയാണോ അവിടെ എന്ത് നടന്നിട്ടുണ്ടാവും, കൂടുതൽ വർക്ക് നടന്നിട്ടുണ്ടാവും. സോ വി ക്യാൻ ഈസിലി സേ ദാറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫോഴ്സ് ഇസ് എ ഡിപ്പെൻഡിങ് തിങ് ആൻഡ് ഓൾസോ വാട്ട്, ഡിസ്പ്ലേസ്മെന്റ്. വി ക്യാൻ ഇൻഡിക്കേറ്റ് വിത്ത് എസ് ഡി whatever. സോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പറയാം വർക്ക് ഫോഴ്സിനെ ഡിസ്പ്ലേസ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ്? ക്ലിയർ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിബഡി ഹാവ് എനി ഡൗട്ട്? ഓക്കെ, സോ നെക്സ്റ്റ് തിങ് നമ്മൾ പറഞ്ഞു ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ ആക്ച്വലി ഈസിലി ഡിറൈവ് ദ ഇക്വേഷൻ, റൈറ്റ്? വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, പ്രവൃത്തി വിച്ച് ഇസ് ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം. ബലത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും ഗുണിതഫലമായിരിക്കും എന്ത്? പ്രവൃത്തി എന്ന് പറയുന്നത്, റൈറ്റ്? ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം വർക്ക് വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. Right, this is an important equation, so you'll get a question from this. Okay, don't forget this. Force into displacement which is equal to work. Now, what is the unit? Unit of work. How to derive the unit? Unit എങ്ങനെ derive ചെയ്യാം? നമുക്ക് അറിയുന്ന കാര്യമാണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആൻഡ് ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ഇസ് നത്തിങ് ബട്ട് മീറ്റർ. സോ ന്യൂട്ടൺ മീറ്റർ. ആക്ച്വലി ഈ കോൺസെപ്റ്റ് ഒക്കെ ഡിറൈവ് ചെയ്തത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ദാറ്റ്സ് വൈ വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. ഓക്കെ, നമ്മൾ ഇതിന് എന്ത് പറയും? ജൂൾ എന്ന് പറയും. വിൽ ഇൻഡിക്കേറ്റ് വിത്ത് ജെ. റൈറ്റ്? ക്ലിയർ? സോ നെക്സ്റ്റ് തിങ് ഹിയർ, ആസ് യു ക്യാൻ സീ ദ പിക്ചർ, ഒരു ടേബിളിന്റെ മുകളിൽ എന്തുണ്ട്? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഹാസ് എ മാസ് വിത്ത് എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ടേബിളിന്റെ മുകളിൽ വെച്ചപ്പം അതിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്തൊക്കെയായിരിക്കും? കുറെ ഫോഴ്സ് ഉണ്ടാവും, അല്ലേ? കാരണം കോണ്ടാക്റ്റിലാണ്, അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ടാകും. സർഫസിന് പെർപെൻഡിക്കുലർ ആണ്, അപ്പം നോർമൽ ഫോഴ്സ് ഉണ്ടാകും. താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകും. എവറിത്തിങ് ഇസ് ദാറ്റ്. പക്ഷേ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ നടന്ന വർക്ക് ഡൺ എന്താണെന്ന്. ക്ലിയർ? അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകും. ഈ താഴേക്ക് ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. സോ വി ക്യാൻ ഇൻഡിക്കേറ്റ് വിത്ത് എഫ് ജി. സോ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത് ആക്ച്വലി നോർമൽ ഫോഴ്സ് ആണ്. എന്തുകൊണ്ടാണ് നോർമൽ ഫോഴ്സ് ആവുന്നത്? അത് രണ്ടും എന്ത് സർഫസ് ആണ്? ഒരു പ്ലെയിൻ സർഫസിന്റെ മുകളിൽ വേറൊരു ഒബ്ജക്റ്റ് വെക്കുന്നു. അപ്പം മുകളിലത്തെ ഒബ്ജക്റ്റ്, ഈ എം മാസുള്ള ഒബ്ജക്റ്റ് താഴേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്ന പോലെ ഈ മേശ എന്ത് ചെയ്യുന്നുണ്ടാകും? മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും, റൈറ്റ്? അങ്ങനെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്ന ഫോഴ്സിനെ നമുക്ക് എന്ത് പറയാം? നോർമൽ ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം വാട്ട് എവർ ഈ എഫ് ജിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന വർക്ക് ഡൺ, വിച്ച് മീൻസ് ഇവിടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. അപ്പം ഈ മാസ് എനിക്ക് ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് വന്നാലാണ് വർക്ക് ഡൺ. പക്ഷെ എനിക്ക് ഇത് ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യണം, എനിക്കിത് മുകളിലേക്ക് ഉയർത്തണം. അപ്പോൾ അവിടെ നടക്കുന്ന വർക്ക് ഡൺ എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഇവിടെ താഴേക്കാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മുകളിലേക്ക് എനിക്ക് ഉയർത്തണം. നിങ്ങൾക്കറിയാം ഒരു ഒബ്ജക്റ്റിന്റെ താഴേക്കുള്ള ഫോഴ്സ് എന്തായിരിക്കും? അതിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? വിച്ച് ഇസ് നത്തിങ് ബട്ട് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഈ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എം ജി എന്ന് എഴുതിക്കൂടെ? അപ്പൊ മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ എത്ര ഫോഴ്സ് കൊടുക്കേണ്ടി വരും? സെയിം എമൗണ്ട് ഓഫ് ഫോഴ്സ് കൊടുക്കേണ്ടി വരും. സി, ഒരു ടേബിളിന്റെ മുകളിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് താഴേക്ക് അത് 30 ന്യൂട്ടൺ ആണ് കൊടുക്കുന്നതെങ്കിൽ മുകളിലേക്ക് അതിന് മിനിമം ഫോഴ്സ് എത്ര വേണ്ടി വരും? 30 ന്യൂട്ടൺ ഫോഴ്സ് ഇസ് നെസസറി, റൈറ്റ്? സോ ഇവിടെ ഫോഴ്സ് എന്താണ്? എം ജി. ഓക്കെ, ഇനി ഇത് എത്ര വേണമെങ്കിലും ഡിസ്പ്ലേസ് ചെയ്യാം, വിച്ച് മീൻസ് എനിക്ക് അതിന്റെ ഹൈറ്റ് എത്ര വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇവിടെ ഉള്ള
ഹൈറ്റ് എനിക്ക് എത്ര വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം, ഈ ഹൈറ്റ്. ഓക്കെ, അപ്പം ഈ ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ എച്ച് എന്ന് എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? സോ വി ക്യാൻ റൈറ്റ് ദിസ് ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു എച്ച്. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു displacement. So F is equal to mg and displacement we are taking h. So we can write the equation work done which is nothing but mgh. Okay, don't forget this also. Equation namukku endu ezhudam? mgh. Okay. So work done nu ipo nammal rendu equations padichu. Endana? Force into displacement and this also force into displacement എന്നാണ് ഇതും ഡിറൈവ് ചെയ്ത് വന്നത്. പക്ഷെ എന്താണ്? mgh. റൈറ്റ്, ക്ലിയർ അല്ലേ? അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഫോഴ്സ്, ഞാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നോക്കിയപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചത് മുകളിലേക്കാണ്. സോ വാട്ട് ഈസ് ദ കേസ്? അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? വർക്ക് ഡൺ എന്ന് പറയുന്നത് ഒരു രീതിയിൽ മാത്രമല്ല, പല തരത്തിലുണ്ട്. സോ നമ്മൾ അതിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, so the next thing, as you can see, one person is trying to push a wall, right? ഒരാൾ കഷ്ടപ്പെട്ടിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ഒരു വാൾ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ഹി ഈസ് അപ്ലൈയിങ് ദ ഫോഴ്സ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. പക്ഷെ അവിടെ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ? ഫോഴ്സ് അയാൾ കൊടുക്കുന്നുണ്ട്, ബട്ട് ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെന്റ്, റൈറ്റ്? അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നില്ലെങ്കിൽ വർക്ക് എന്തായിരിക്കും? ഈ കേസിൽ എന്തായിരിക്കും വർക്ക്? വർക്ക് ഇസ് നത്തിങ് ബട്ട് സീറോ, റൈറ്റ്? കഷ്ടപ്പെട്ട് ഉന്തുന്നുണ്ട്, ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു ഡിസ്പ്ലേസ്മെന്റും ഇല്ല. സോ വർക്ക് ഇസ് സീറോ. ആൻഡ് ഹിയർ ഇൻ ദിസ് പിക്ചർ വൺ ഗേൾ ഇസ് ട്രൈങ് ടു പുൾ എ കാർ. ഒരു ടോയ് കാർ എന്ത് ചെയ്യുന്നുണ്ട്? പുൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാ? ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാ? ഫോഴ്സ് ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു, റൈറ്റ്? ഫോഴ്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. ആ ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ട്. സോ ഡിസ്പ്ലേസ്മെന്റ് ഏത് ഡയറക്ഷനിൽ തന്നെയാണ്? ആ ഡയറക്ഷനിൽ. സോ വി ക്യാൻ സേ പ്രോപ്പർലി വർക്ക് ഈസ് ഡൺ, റൈറ്റ്? ആൻഡ് ഹിയർ ഒരാൾ നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ എന്തായാലും ഒരാൾ ഒരു സർഫസിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇയാളുടെ മേൽ ചെയ്ത പ്രവൃത്തിയാണ് ഞാൻ ചോദിക്കുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ചെയ്ത വർക്ക് ഡൺ എന്തായിരിക്കുന്നത്? ഇയാൾ ഏത് ഡയറക്ഷനിൽ നടക്കുന്നത്? അങ്ങോട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? ഇയാൾക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ഐ എം കൺസിഡറിങ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്, ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് ഏത് ഡയറക്ഷനിലാണ്? അങ്ങോട്ടാണ്, റൈറ്റ് സൈഡിലേക്കാണ്. ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻ ടു ലെഫ്റ്റ് സൈഡ്. സോ ദ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? സോറി, വർക്ക് ഡൺ എന്തായിരിക്കും? എന്തായിരിക്കും വർക്ക് ഡൺ? നമ്മൾ പറഞ്ഞു ഫോഴ്സിന്റെ സെയിം ഡയറക്ഷൻ. ഇവിടെ ഫോഴ്സിന്റെ സെയിം ഡയറക്ഷൻ അല്ല. ഓക്കെ, ലെറ്റ് മീ സേ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ആ വർക്ക് ഡണ്ണ് പോസിറ്റീവ് വർക്ക് ഡൺ ആണെന്ന് പറയാം. ഓക്കെ, അവിടെ ചെയ്ത പ്രവൃത്തി എന്താണ്? പോസിറ്റീവ് ആണെന്ന് പറയാം. ആൻഡ് ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആണ് ആ വർക്ക് നിൽക്കുന്നതെങ്കിൽ, സോറി, ആ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നതെങ്കിൽ, ഫോഴ്സ് ഒരു ഡയറക്ഷനിലും ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് കറക്റ്റ് ഓപ്പോസിറ്റ് ടു അനദർ ഡയറക്ഷനും ആണെങ്കിൽ അവിടെ നടക്കുന്ന പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ when a displacement is along the force, സ്ഥാനാന്തരം ബലം പ്രയോഗിക്കുന്ന ദിശയിലാണെങ്കിൽ എന്തായിരിക്കും വർക്ക് ഡൺ? ഒരു സർഫസ്, let me draw clearly. ഇവിടെ ഒരു സർഫസ് ഉണ്ട് ആൻഡ് ഞാനിവിടെ ഒരു മാസ് വെച്ചു. ഓക്കെ, ഇവിടെ ഒരു മാസ് വെച്ചു. And I'm applying the force in this direction. And what happened? Force is in this direction and displacement is along that direction. So we can say this work done is positive. Work done endana? Work done is positive ആണെന്ന് പറയാം. ഇവിടെ നടന്ന വർക്ക് ഡൺ എന്തായിരിക്കും? പോസിറ്റീവ് വർക്ക് ഡൺ ആണെന്ന് പറയാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് കേസ് വെൻ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഓപ്പോസിറ്റ് ടു ദ ഫോഴ്സ്. അതായത് അടുത്ത കേസിൽ എന്താണ്? അടുത്ത കേസിൽ നെക്സ്റ്റ് ഒരു മാസ് വെച്ചു. ഇത് നമ്മുടെ റിയൽ ലൈഫിലുള്ള സിനാരിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഫോഴ്സ് കൊടുക്കുന്ന ആ ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും, ഫോഴ്സ് കൊടുക്കുന്നത് അങ്ങോട്ടും ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്ത് പറയാം? ഇവിടെ നടന്ന വർക്ക് നെഗറ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് വർക്ക് ഡൺ ആണ് അവിടെ നടന്നതെന്ന് പറയാം, റൈറ്റ്? ആൻഡ് ദ തേർഡ് കേസ് വെൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഫോഴ്സ് അപ്ലൈഡ്. അടുത്ത കേസിൽ ഒരു മാസ് വെച്ചു, അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു
and the displacement is correct perpendicular to that. Displacement അതിന് perpendicular ആണ്. അതായത് ഇവിടെ ഒരു 90 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം? So we can say ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ എന്ത് പറയാം? വർക്ക് ഡൺ 0 ആണെന്ന് പറയാം. അപ്പം ഫോഴ്സ് കൊടുത്തിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എങ്കിലും ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആണെങ്കിലും എന്തായിരിക്കും? വർക്ക് ഡൺ ഇസ് നത്തിങ് ബട്ട് 0. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി വർക്ക് ഡണിന്റെ ഇക്വേഷൻ പറഞ്ഞു. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ബലം ഇൻറ്റു സ്ഥാനാന്തരം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ വർക്ക് ഡൺ പോസിറ്റീവ് ആണെങ്കിൽ ഇക്വേഷൻ സെയിം തന്നെയല്ലേ? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു work done is equal to force into displacement. You can use D or S, whatever. Okay, next. Work done is negative എന്ന് പറഞ്ഞു. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് അഗെയിൻസ്റ്റ് ടു ദാറ്റ് ഡയറക്ഷൻ. സോ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇസ് ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്തുള്ളത്? ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത്. സോ വി ക്യാൻ റൈറ്റ് മൈനസ് എസ് ഓർ ഡി. ഓക്കെ, സോ ദിസ് വിൽ ബിക്കം minus f into s. Okay, I'll change here also. Okay, now the third case. ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. വർക്ക് ഡൺ 0 ആയിരിക്കും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഓക്കെ, വർക്ക് ഡൺ പോസിറ്റീവ് ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ആൻഡ് വർക്ക് ഡൺ നെഗറ്റീവ് ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് എസ്. ഓക്കെ, മൈനസ് എഫ് എസ്, ഫോഴ്സ് ഇൻറ്റു, which means displacement is opposite to displacement is opposite to that direction, right? So now നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും വരുന്ന കുറച്ച് സിനാരിയോസ് ആണ് ഇതൊക്കെ. ഇവിടെ കുറച്ച് സിനാരിയോസ് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ നടക്കുന്ന വർക്ക് ഡൺ എന്തായിരിക്കും നമ്മൾ പറയണം. വർക്ക് ഡൺ പോസിറ്റീവ് ആണോ, വർക്ക് ഡൺ നെഗറ്റീവ് ആണോ, വർക്ക് ഡൺ 0 ആണോ നമ്മൾ പറയണം. ഓക്കെ, സോ ദ ഫസ്റ്റ് കേസ്, when a body falls down under gravitational force, ഒരു വസ്തു ഗുരുത്വാകർഷണത്തിന് അനുകൂലമായിട്ട് വീഴുന്നു. അതായത് ഒരു ഒബ്ജക്റ്റ്, ഒരു മാങ്ങയോ എന്തെങ്കിലുമൊക്കെ താഴേക്ക് വീഴുന്നു. എന്തിന് അനുകൂലമായിട്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അനുകൂലമായിട്ട്. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഡൗൺവേർഡ്, റൈറ്റ്? ഫോഴ്സ് താഴേക്കായിരിക്കും. വീഴുന്നതും താഴേക്ക് തന്നെ അല്ലേ? അപ്പോൾ ഫോഴ്സ് ഒരു ഡയറക്ഷനിലാണ് and the displacement is also in same direction. ഡിസ്പ്ലേസ്മെന്റും എന്താണ്? സെയിം ഡയറക്ഷനിലാണ്. അപ്പൊ എന്താണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലാണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ഹിയർ ദ ആൻസർ ഇസ് പോസിറ്റീവ് വർക്ക് ഡൺ, റൈറ്റ്? ആൻഡ് ദ നെക്സ്റ്റ് കേസ്, വെൻ എ പേഴ്സൺ ട്രൈ ടു പുഷ് എ വാൾ. ഒരു വാൾ ഉണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കേസാണ്. ഒരു വാൾ ഉണ്ട്, ഒരാൾ കഷ്ടപ്പെട്ട് ഉന്തുവാണ്. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. സോ ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും, റൈറ്റ്? സോ ഹിയർ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. ആൻഡ് ദ നെക്സ്റ്റ് കേസ്, when a person carrying a load on his head and walks along a level road. Okay, here you have to be careful. ഒരാൾ തലയിൽ ഭാരം ചുമന്ന് നിരപ്പായ റോഡിലൂടെ നടക്കുന്നു. ഓക്കെ, അപ്പം ഇവിടെ അയാൾ നിരപ്പായ റോഡിലൂടെയാണ് നടക്കുന്നത് ആൻഡ് ഭാരം ചുമന്നിട്ട്, ഭാരം അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഫോഴ്സ് മുകളിലേക്കാണ് കൊടുക്കുന്നത്. ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് along 90 degree, which means ഈ ഫോഴ്സിന് 90 ഡിഗ്രിയിലാണ് എന്തുണ്ടാവുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്, റൈറ്റ്? സോ ഫോഴ്സ് ഈസ് അപ്വേർഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് അലോങ് ടു ദ റൈറ്റ് സൈഡ്. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് നടക്കുന്നത്. സോ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. വർക്ക് ഡൺ 0 ആയിരിക്കും. സോ ഹിയർ ദ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ക്ലിയർ അല്ലേ? And the next case, work done by gravitational force when we are lifting a box. ഒരു ബോക്സ് ലിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, മുകളിലേക്ക് ഉയർത്തുന്ന ഒരു വസ്തുവിൽ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചത്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പം അതിനെതിരായിട്ട് ഗുരുത്വാകർഷണ ബലം, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ചെയ്ത വർക്കാണ് ചോദിച്ചത്. അപ്പം ഒബ്ജക്റ്റ് അയാൾ എങ്ങോട്ടാ ഉയർത്തുന്നത്? മുകളിലേക്ക്, അപ്വേർഡ് ഡയറക്ഷൻ, റൈറ്റ്? സോ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടാവും എങ്ങോട്ടായിരിക്കും? എങ്ങോട്ടാ? നമ്മളിവിടെ ചോദിച്ചത് അപ്ലൈഡ് ഫോഴ്സ് അല്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ നമുക്കറിയാം ഇതെന്തായിരിക്കും? അപ്പം ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും ആൻഡ് ദ ഫോഴ്സ് ഈസ് അലോങ് ഡൗൺവേർഡ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടാണ് ഉണ്ടാവുക? താഴേക്കാ.
ശ്രദ്ധിക്കണം, അവിടെ ചോദിച്ചത് ഉയർത്തിയ ബലമല്ല, അപ്ലൈഡ് ഫോഴ്സ് അല്ല ചോദിച്ചത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ചെയ്ത പ്രവൃത്തിയാണ് ചോദിച്ചത്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഡൗൺവേർഡ് ആയിരിക്കും. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ്, അപ്വേർഡ്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ്. അപ്പൊ ഇവിടെ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ദ വർക്ക് ഡൺ ഇസ് negative. Okay, so in this case work done by gravitational force when we are lifting a box, the work done is equal to negative. And the fifth one, when a person carrying a load on his head climbs down the staircase. Okay, ഒരു staircase ഉണ്ട് and എന്താണ്? അയാൾ താഴേക്ക് ഇറങ്ങുവാണ്. ഓക്കെ, താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാളുടെ തലയിൽ എന്തുണ്ട്? ഒരു ലോഡ് ഉണ്ട്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ഫോഴ്സ് അപ്വേർഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഇസ് അലോങ് ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാണ്, ഫോഴ്സ് മുകളിലേക്കാണ്. സോ ദ വർക്ക് ഡൺ ഇസ് നെഗറ്റീവ്. സോ ദ വർക്ക് ഡൺ ഇസ് നെഗറ്റീവ്. ഓക്കെ, now the next thing, work done by applied force on lifting an object. ഇത് ആക്ച്വലി ഫോർത്ത് വണ്ണിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് സിനാരിയോ ആണ്. ഇവിടെ ചോദിച്ചത് വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആ അപ്ലൈഡ് ഫോഴ്സ്, ഒരു ഒബ്ജക്റ്റ് ഇപ്പം ഒരു ടേബിളിൽ വെച്ച ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇത് മുകളിലേക്ക് എടുക്കണം. അപ്പം ഇവിടെ എന്തായിട്ടുണ്ടാവും? ഒരു അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തിട്ടുണ്ടാവും, റൈറ്റ്? അപ്പോൾ ഫോഴ്സും എങ്ങോട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? മുകളിലേക്ക്. ആ അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എങ്ങോട്ടാണ്? സെയിം ഡയറക്ഷൻ ആണ്. സോ ദ വർക്ക് ഡൺ ഇസ് പോസിറ്റീവ്. വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് ഓൺ ദ ഒബ്ജക്ട്, work done is positive. And the next, force of gravity acting on an aeroplane flying in the sky. Okay, this is actually perfect example for perpendicular. Okay, force of gravity acting on an aeroplane flying in the sky. Aeroplane fly ചെയ്യുമ്പോൾ അതൊരു ഹൊറിസോണ്ടൽ ആയിരിക്കും പോവുക, അല്ലേ? പക്ഷേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടായിരിക്കും? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എങ്ങോട്ടായിരിക്കും? ഡൗൺവേർഡ് ആയിരിക്കും. സോ ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി താഴോട്ടും ആയിരിക്കും. വിച്ച് മീൻസ് ഫോഴ്സിന്റെ ഡയറക്ഷന് കറക്റ്റ് 90 ഡിഗ്രിയിലായിരിക്കും എന്ത് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. അപ്പോൾ വർക്ക് ഡൺ എന്തായിരിക്കും? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ ഹിയർ ദ വർക്ക് ഈസ് 0. Right, and the last one, when a porter carrying a load on his head climbs up a staircase. ഒരാള് തലയിൽ ഒരു ചുമടും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റെയർകേസ് കയറുന്നു. അപ്പൊ എന്തായിരിക്കും? തലയിൽ ചുമട് വെക്കുന്നു. അപ്പൊ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ്? അപ്വേർഡ് ഡയറക്ഷൻ. ഫോഴ്സ് അപ്വേർഡ് ആയിരിക്കും. ആൻഡ് അയാൾ എന്ത് ചെയ്യുന്നത്? സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്റ്റെപ്പ് കയറുമ്പോൾ എങ്ങോട്ടാ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്? അതും മുകളിലേക്ക് തന്നെ. സോ സെയിം ഡയറക്ഷൻ. സോ ദ വർക്ക് ഡൺ ഇസ് പോസിറ്റീവ്. ഓക്കെ, ദ വർക്ക് ഡൺ ഇസ് പോസിറ്റീവ്. I think it's clear. So ഒരാൾ തലയിൽ ചുമട് വെച്ചിട്ട് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഫോഴ്സ് കൊടുക്കുന്നതും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ. സോ ദ വർക്ക് ഡൺ ഇസ് പോസിറ്റീവ്. പക്ഷേ അയാൾ തലയിൽ ചുമട് വെച്ചിട്ട് താഴേക്ക് ഇറങ്ങുവാണെങ്കിലോ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ നെഗറ്റീവ്. ഒരു തലയിൽ ചുമട് വെച്ചിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നടക്കുകയാണെങ്കിലോ പെർപെൻഡിക്കുലർ. സോ ദ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഹൊറിസോണ്ടലി ആണ്, ഫോഴ്സ് മുകളിലേക്കുമാണ്. അപ്പോൾ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? കളിക്കുന്ന ടൈം ആയതുകൊണ്ട് ടൈം പ്രശ്നമുണ്ടോ? കുറേ കളിയില്ല. അപ്പം നമ്മൾ കളിയൊക്കെ നോക്കിയിട്ട് ഇത് മാറ്റി വെച്ചാൽ പണിയാവില്ലേ? ഓക്കെ, നൗ ദ നെക്സ്റ്റ്. സോ ഹിയർ ഇവിടെ ഒരു പിക്ചർ ഉണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പിക്ചർ തന്നെയാണ്. എന്താ ചെയ്യുന്നത്? ഒരു ബോയ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബോക്സ് പുള്ള് ചെയ്യുന്നുണ്ട്, ഒരു കയറിട്ട് കെട്ടി പുള്ള് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ കുറേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പം ഇത് ഇയാൾ വലിക്കുന്ന ഫോഴ്സ്. ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന എഫ് എന്ന് പറയുന്നത് എന്താണ്? അയാൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ ആ ആൾ കൊടുക്കുന്ന, വലിക്കുന്ന ആൾ കൊടുക്കുന്ന ഫോഴ്സ് ആണെന്ത്? എഫ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ഈസ് എഫ് ജി. എഫ് ജി ഇസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. And the next thing, FR. FR is nothing but frictional force. Okay. And this is FN. അതായത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഫോഴ്സ് ആണെന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഞാൻ പറഞ്ഞു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ്. അപ്പം ഈ 4 കേസിലും വർക്ക് ഡൺ എന്തായിരിക്കുന്നത്? ഈ ഓരോ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴും ആ ഒബ്ജക്റ്റിന്റെ മുകളിലുള്ള വർക്ക് ഡൺ എന്തായിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലാണോ? എഫിൻ്റെ നോക്കാം. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഒരു ഡയറക്ഷനിൽ, വിച്ച് മീൻസ് ലെഫ്റ്റ് സൈഡിലേക്കാണ്.
ആ ഡയറക്ഷനിൽ തന്നെയാണോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്? ഓഫ് കോഴ്സ് യെസ്, ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും എന്തുണ്ടാവുക? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഈ ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്ലൈഡ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത്, അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. നെക്സ്റ്റ് എഫ് ജി. ഹിയർ സി, എഫ് ജി ഡൗൺവേർഡ് ആണ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദാറ്റ്, റൈറ്റ്? ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുക, ഇത് എന്താണ്? 90 ഡിഗ്രി. സോ ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ, ഇത് എഫ് ജി ആണെങ്കിൽ ഇത് 90 ഡിഗ്രി. സോ ദ വർക്ക് ഡൺ ഇസ് 0. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ ചെയ്ത വർക്ക് ഡൺ എന്താണ്? 0 ആണ്. നെക്സ്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് സി, നമ്മൾ ഒരു എങ്ങോട്ടെങ്കിലും നടക്കുവാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. ഇവിടെ ഈ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാണ്? ലെഫ്റ്റ് സൈഡിലേക്ക് പുൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് അഗെയിൻസ്റ്റ് ടു ദാറ്റ്. അപ്പൊ എന്താണ്? കറക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, റൈറ്റ്? ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സ് അപ്ലൈ ചെയ്തത് റൈറ്റിലേക്കും, ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? ലെഫ്റ്റിലേക്കും. സോ നെഗറ്റീവ്, വർക്ക് ഡൺ ഇസ് നെഗറ്റീവ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, റൈറ്റ്? ആൻഡ് ദ ലാസ്റ്റ് കേസ് നോർമൽ. ഓക്കെ, ഫോഴ്സ്, നോർമൽ ഫോഴ്സ് ചെയ്തത്. നോർമൽ ഫോഴ്സ് എങ്ങനെയാണ്? സി, നോർമൽ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. നോർമൽ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഇൻ ടു ദ ലെഫ്റ്റ് സൈഡ്. ഇടതുവശത്തേക്കാണ് എന്ത് പോകുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. സോ ദിസ് ഇസ് ദ ആംഗിൾ 90 ഡിഗ്രി. സോ വി ക്യാൻ സേ ദ വർക്ക് ഡൺ ബൈ നോർമൽ ഫോഴ്സ് ഇസ് 0. ഇതും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഐ തിങ്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. നമ്മൾ എല്ലാ ഫോഴ്സിന്റെ ഇത് നോക്കി. ഓക്കെ, ഈ കേസിൽ എന്താണ്? എല്ലായിടത്തും നോക്കേണ്ടത് എന്താണ്? ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെയാണോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്? 3 കേസസ്, ഈ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ എന്താണ്? വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. ഫോഴ്സിന്റെ ഡയറക്ഷനിലല്ല, അതിന് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ഡൺ, ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ളതെങ്കിലോ അത് നെഗറ്റീവ് ആണ്. ആൻഡ് ഫോഴ്സിന്റെ ഡയറക്ഷന് 90 ഡിഗ്രിയിലാണെങ്കിലോ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടില്ല എങ്കിലോ വർക്ക് ഡൺ 0 ആയിരിക്കും. റൈറ്റ്? ക്ലിയർ അല്ലേ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റൈറ്റ്? സോ ദ നെക്സ്റ്റ് ടോപ്പിക്, എനർജി. നമ്മൾ പറയാറുണ്ട് അവന് തീരെ എനർജി ഇല്ല, അല്ലെങ്കിൽ ഷീ സോ എനർജറ്റിക് എന്നൊക്കെ പറയാറില്ലേ? എനർജി എന്ന് പറയുന്ന വാക്കും നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്താണ് ഫിസിക്സിൽ എനർജി എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് എനർജി ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? സോ എനർജി ഈസ് നത്തിങ് ബട്ട് ദ കപ്പാസിറ്റി ടു ഡു എ വർക്ക്. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള അയാളുടെ കഴിവിനെയാണ്, അല്ലെങ്കിൽ ആ വസ്തുവിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയാ? എനർജി പറയാം. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റി ടു ഡു വർക്ക് ആണ് എന്ത്? എനർജി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇഷ്ടം പോലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എനർജി നമുക്കറിയാം അല്ലെ? കെമിക്കൽ എനർജി, അങ്ങനെ ഹീറ്റ് എനർജി, അങ്ങനെ കുറെ എനർജി നമുക്കറിയാം. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നില്ല. ദ വൺ തിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് ഇസ് മെക്കാനിക്കൽ എനർജി, യാന്ത്രിക ഊർജം. ഓക്കെ, യാന്ത്രികോർജത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഒന്ന് ചിന്തിച്ചു നോക്കി. യാന്ത്രികോർജം എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴോ ഒക്കെ അതിന് ഗെയിൻ ചെയ്യുന്ന എനർജിയാണ് എന്ത്? യാന്ത്രികോർജം അഥവാ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ക്ലിയർ? സോ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന് ഗെയിൻ ചെയ്യുന്ന മോഷനിലൂടെയോ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിലൂടെയോ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതിലൂടെയോ അത് അക്വയർ ചെയ്യുന്ന എനർജിയാണ് എന്ത്? മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എനർജി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഗതികോർജം, സ്ഥിതികോർജം, വിച്ച് മീൻസ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ എനർജിയെ ടോട്ടൽ എനർജി നമുക്ക് എന്തെന്ന് പറയാം? വിച്ച് ഇസ് നത്തിങ് ബട്ട് സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. സ്ഥിതികോർജത്തിന്റെയും ഗതികോർജത്തിന്റെയും ആകെയാണ് എന്ത്? ആകെ എനർജി, യാന്ത്രികോർജം എന്ന് പറയുന്നത്. ഓക്കെ, നൗ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് പഠിക്കാൻ പോവാണ്. ഓക്കെ, കൈനറ്റിക് എനർജി, ഗതികോർജം. ഓക്കെ, ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം. ലെറ്റ്സ് സീ. ഇവിടെ ഒരു പ്ലെയിനിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു ബോക്സ് വെച്ചു ആൻഡ് ഐ കെപ്റ്റ് എ ബോൾ. ഒരു ബോളും വയ്ക്കാം. റൈറ്റ്? നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചെറിയൊരു ബോളും വയ്ക്കാം. ഇവിടെ ഒരു ബോൾ വെച്ചു. ഇതിന്റെ മാസ് ഞാൻ m1 എടുത്തു ആൻഡ് ഇതിന്റെ മാസ് ഞാൻ m2 എടുത്തു. ഓക്കെ, അപ്പോൾ m1ന്റെ മാസ് m2ന്റെ മാസിനേക്കാളും കൂടുതലാണ്. ഓക്കെ, m1 ഇസ് ഗ്രേറ്റർ ദാൻ m2. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഞാനൊരു m2 മാസുള്ള ഒരു ഒബ്ജക്റ്റും വെച്ചു.
m1 മാസുള്ള വേറൊരു ഒബ്ജക്റ്റും വെച്ചു, ഒരു ബോളും വെച്ചു. ഓക്കെ, ആൻഡ് ബോത്ത് ദ ഒബ്ജക്റ്റ് ആർ കെപ്റ്റ് അറ്റ് റെസ്റ്റ്. അല്ലെ, രണ്ട് ഒബ്ജക്റ്റും എന്താണ്, റെസ്റ്റിലാണ്, രണ്ട് ഒബ്ജക്റ്റും റെസ്റ്റിലാണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ? ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അൺടിൽ ആൻഡ് അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യാണ്ട് എന്തുണ്ടാവില്ല, അതിനൊരു ചേഞ്ചും ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് കേസ് ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് കേസിൽ നമുക്ക് what we can do, so the same way next case we can do something. So ഈ ബോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ബോൾ ഞാൻ എടുത്തിട്ട് ഉരുട്ടി വിട്ടു. ഓക്കെ, m1 മാസുള്ള ബോൾ ഞാൻ എടുത്തിട്ട് m2ന്റെ നേരെ ആ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഉരുട്ടി വിട്ടു. m1ന്റെ മാസ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ എന്താ സംഭവിക്കുക, ഇത് എന്ത് ചെയ്യും, ഇത് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിന് എന്തുണ്ടാകും, ഒരു സ്പീഡ് ഉണ്ടാകും അല്ലെ, ഒരു വെലോസിറ്റി ഗെയിൻ ചെയ്യും. അപ്പൊ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ തള്ളിയിടാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ ഇതിനൊരു ഡിസ്പ്ലേസ്മെന്റ് വരുത്താൻ പറ്റും. അപ്പൊ റെസ്റ്റിലായിരുന്നപ്പം ഈ ഒബ്ജക്റ്റിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇത് മോഷൻ സ്റ്റേറ്റിലേക്ക് മാറിയപ്പോൾ എന്ത് പറ്റി, ഇതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. സോ മോഷനിലായിരുന്നപ്പോൾ അതിന് എന്തോ ഒരു എനർജി കൂടുതൽ കിട്ടി അല്ലെ. അപ്പൊ മോഷനിലായിരിക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റ് അതിന്റെ ചലനാവസ്ഥയിൽ അക്വയർ ചെയ്യുന്ന എനർജീനെ നമുക്ക് എന്ത് പറയാം, കൈനറ്റിക് എനർജി എന്ന് പറയാം. റൈറ്റ്, ഒരു ഒബ്ജക്റ്റ് അതിന്റെ ചലനാവസ്ഥയിൽ അക്വയർ ചെയ്യുന്ന എനർജീനെ നമുക്ക് എന്ത് പറയാം, കൈനറ്റിക് എനർജി എന്ന്. ഇപ്പം ഒരു കല്ല് അതവിടെ വെറുതെ ഇരിക്കുമ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ കല്ലെടുത്ത് ഒരാളുടെ മേലെ എറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും, അയാൾക്ക് വേദനയാകും. അപ്പൊ ആ കല്ല് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം, കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം എന്ന് പറയാം. ഓക്കെ, so now relation between, so before that we have to learn one more thing. Wait, okay, kinetic energy യുടെ ഇക്വേഷൻ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, സോ എങ്ങനെയാണ് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക? ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ, നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. again ഒരു horizontal plane and ഇവിടെ ഒരു മാസ് വെച്ചിട്ടുണ്ട്. റൈറ്റ്, സോ ഇതിൻ്റെ മാസ് m എന്ന് എടുക്കുന്നു. ഓക്കെ, ആൻഡ് അത് എന്തിലാണ്, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഞാൻ m എന്ന് പറയുന്ന ഒരു മാസ് റെസ്റ്റിൽ വെച്ചിരിക്കുകയാണ്. അത് റെസ്റ്റിലാണ്. റെസ്റ്റിലായിരിക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, വെലോസിറ്റി u വിച്ച് ഇസ് ഈക്വൽ ടു 0 അല്ലേ. റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിന് എന്തെങ്കിലും എനർജി ഉണ്ടാവും, അത് റെസ്റ്റിലാണ്, അതിനൊരു വെലോസിറ്റിയും ഇല്ല. സോ ഇറ്റ്സ് 0. നൗ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്ലൈയിങ് എ ഫോഴ്സ്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താകും, ഡിസ്പ്ലേസ്ഡ് ആകും. റൈറ്റ്, സോ ഇത് ഡിസ്പ്ലേസ്ഡ് ആകും. സോ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് എങ്ങോട്ട് പോകും, കുറച്ച് ഇങ്ങോട്ട് ഡിസ്പ്ലേസ്ഡ് ആയി എന്ന് വിചാരിക്കാം. ഓക്കെ, സോ സെയിം മാസ് ആൻഡ് ഇറ്റ്സ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ്. സോ ഇതാണ് എന്ത്, ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്. ലെറ്റ്സ് സേ എ എന്ന് പറയുന്ന പൊസിഷനിൽ അത് ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആയി. ഐ ആം ടേക്കിംഗ് ദിസ് ഡിസ്പ്ലേസ്മെന്റ് ആസ് എക്സ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റിൽ വെച്ചു ആൻഡ് ഇറ്റ്സ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ്. സോ എ ബി വിച്ച് ഇസ് ഈക്വൽ ടു ഐ ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എക്സ്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും, അവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? സോ ബിഫോർ ദാറ്റ് ഈ മാസ് ഉള്ള ഒബ്ജക്റ്റിന് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അത് ഡിസ്പ്ലേസ്ഡ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്ത് ഗെയിൻ ചെയ്തിട്ടുണ്ടാകും, ഇതിനൊരു ആക്സിലറേഷൻ ഉണ്ടാകും അല്ലേ, ഇതിന് ഒരു ആക്സിലറേഷൻ ഉണ്ടാകും. സോ ഫസ്റ്റ് നിങ്ങൾക്കറിയാം, ഫ്രം സെക്കൻഡ് ലോ ഓഫ് മോഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നറിയാം. ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അതിൽ നിന്ന് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ബൈ എം, ഫോഴ്സ് ബൈ മാസ്. ഓക്കെ, നൗ യൂസിങ് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. എന്താ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, ഇവിടെ യു എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി വിച്ച് ഇസ് നത്തിങ് ബട്ട് 0. ഈ ടേം എന്താകും 0. സോ വി ക്യാൻ റൈറ്റ് വി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 2as. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ബൈ മാസ്. എസ് എന്താണ്, വി ക്യാൻ സേ ദാറ്റ് എസ് ഇസ് ഈക്വൽ ടു എക്സ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് v square which is equal to 2 into f by m into s. Here നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, എഫ് എസ് ഓർ എസിന്റെ സ്ഥാനത്ത് എക്സ് ഇട്ടാലും ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഇസ് നത്തിങ് ബട്ട് വർക്ക് ഡൺ. റൈറ്റ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. സോ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 2 and 1 by m എന്ത് വരും, ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്ത് കിട്ടും, ഹാഫ് എം ബി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ. അപ്പോൾ ഇവിടെ ഈ ഒബ്ജക്റ്റിന് വെലോസിറ്റി ചേഞ്ച്, ഇവിടെ ഈ ഒബ്ജക്റ്റ് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്തപ്പം അവിടെ ഉണ്ടായ വർക്ക് ഡൺ തന്നെയാണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്,
കൈനറ്റിക് എനർജി ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഹാഫ് mv square which is the work done, which is nothing but it is the kinetic energy. Okay, we can say that. So kinetic energy which is equal to half mv square. അപ്പം m mass ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ v velocity ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv സ്ക്വയർ ആയിരിക്കും. ക്ലിയർ? Now റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം, ഗതികോർജവും ആക്കവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ എന്ത് കിട്ടുള്ളൂ? മൊമെന്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. അപ്പം കൈനറ്റിക് എനർജി വിച്ച് ഇസ് നത്തിങ് ബട്ട് ഹാഫ് mv സ്ക്വയർ. യു ഹാവ് ടു റിമെമ്പർ ദിസ് ഇക്വേഷൻ, റൈറ്റ്? സോ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി. ഇതിൽ നമുക്ക് വീണ്ടും ഇക്വേഷൻ ഡെറൈവ് ചെയ്തൂടെ? V is equal to P by M. Just substitute. What you will get? Kinetic energy which is equal to half M P by M whole square, which is equal to half M P square by M square, cancelling. So which is nothing but P square by 2M. So we can write kinetic energy which is equal to P square by 2m. This is the relation between kinetic energy and momentum. Clear alle? Ellarkum clear alle? Endengilum doubt undo? I think no. So the next, work energy principle. എന്താണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ? ജസ്റ്റ് നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒക്കെ എന്തായാലും ഓർത്ത് വെക്കണം കേട്ടോ. സോ വർക്ക് എനർജി പ്രിൻസിപ്പിൾ, പ്രവൃത്തി ഊർജ്ജ തത്വം. ഓക്കെ, work which is equal to change in kinetic energy എന്നാണ് പറയുന്നത്. work which is equal to change in kinetic energy. പ്രവൃത്തി എന്ന് പറയുന്നത് ഗതികോർജ്ജത്തിന് ഉണ്ടായ മാറ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അഗെയിൻ നിങ്ങൾ അതിൻ്റെ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. കൈനറ്റിക് എനർജീൻ്റെ ചേഞ്ച്, അതായത് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ബ്രസ്റ്റിലായിരിക്കും എന്തുണ്ടാവുക? അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവുക? വെലോസിറ്റി ഇല്ല, ഇറ്റ് ഇസ് വെലോസിറ്റി ഡിപ്പെൻഡന്റ്. അപ്പോൾ വെലോസിറ്റി ഇല്ല. വെലോസിറ്റി ഉണ്ടാവാതിരിക്കുമ്പോൾ എന്താണ്? ഇനീഷ്യലി അത് 0 ആയിരിക്കും. സോ ആഫ്റ്റർ ദാറ്റ് അതിനൊരു വെലോസിറ്റി ഗെയിൻ ചെയ്യും. അപ്പോൾ അവിടെ എന്തായിരിക്കും? കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇവിടുത്തെ ഫൈനൽ കൈനറ്റിക് എനർജിയാണ്, ഇവിടുത്തെ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്. ഈ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ വർക്ക് ഡൺ. ഓക്കെ, അതാണ് എന്ത് സ്റ്റേറ്റ് ചെയ്യുന്നത്? വർക്ക് എനർജി പ്രിൻസിപ്പിൾ. സോ കൈനറ്റിക് എനർജി ഇസ് നത്തിങ് ബട്ട് ദ work done is nothing but the change in kinetic energy. Kinetic energy final minus kinetic energy initial. Okay, so work done which is equal to change in kinetic energy. എങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാം? കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി which is equal to half mv സ്ക്വയർ. അപ്പം ഒരു v1 വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റും ഒരു v2 വെലോസിറ്റി ഉള്ള ഒബ്ജക്റ്റും, അല്ലെങ്കിൽ u വെലോസിറ്റി ഉള്ള, ഇനീഷ്യൽ വെലോസിറ്റി u ഉള്ള ഒരു ഒബ്ജക്റ്റും ഫൈനൽ വെലോസിറ്റി v ഉള്ള ഒരു ഒബ്ജക്റ്റും. ഹൗ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ? വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. സോ വർക്ക് ഡൺ which is equal to half mv square minus half mu square, right? So this is nothing but the work energy principle. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ക്ലിയർ അല്ലേ? സോ ദ നെക്സ്റ്റ്, നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ എനർജി നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? മെക്കാനിക്കൽ എനർജി എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്തത്? കൈനറ്റിക് എനർജി ആയിട്ടും പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും. സോ കൈനറ്റിക് എനർജി ഒരു ഒബ്ജക്റ്റ് മോഷനിലുള്ളപ്പോൾ ഗെയിൻ ചെയ്യുന്നതാണെങ്കിൽ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പിലോ അല്ലെങ്കിൽ അതിന്റെ പൊസിഷനിലോ ചേഞ്ച് വരുത്തുമ്പോൾ ഉണ്ടാകുന്ന എനർജി, അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഗെയിൻ ചെയ്യുന്ന എനർജിയാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. ലെറ്റ് മീ സേ, ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു സ്പ്രിങ്. അതുപോലെ ഞാനൊരു ബ്ലോക്ക് ഓഫ് മാസ്, ഒരു മാസുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചു, ആൻഡ് ഞാൻ ഇതിനൊരു ഫോഴ്സ് കൊടുത്തിട്ട് ഇത് പ്രസ് ചെയ്യാണ്. എന്ത് സംഭവിക്കും? ഇതിന്റെ ലെങ്ത് റെഡ്യൂസ് ആകും അല്ലേ? ഇതിന്റെ ലെങ്ത് എന്താകും? ഇത് വല്ലാണ്ട് കംപ്രസ്ഡ് ആകും. ഒരു ഫോഴ്സ് ഞാൻ കൊടുത്തു കഴിയുമ്പോൾ ഇത് കംപ്രസ്ഡ് ആകും. ആഫ്റ്റർ ദാറ്റ് ഈ ഫോഴ്സ് ഞാൻ റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഈ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്താകും? ഇത് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒറ്റയടിക്ക് പോവില്ലേ? കാരണം അതിന് ഷേപ്പ് ചേഞ്ച് ചെയ്തപ്പം നമ്മൾ മുകളിലേക്ക് താഴേക്ക് ഒരു വർക്ക് കൊടുത്തു.
ആ വർക്ക് എന്തായി മാറി? അത് അതിന്റെ എനർജി ആയിട്ട് മാറി. ഓക്കെ, സോ ആ നമ്മൾ റിലീസ് ചെയ്തപ്പോൾ അത് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വന്നു വിത്ത് ആൻ എനർജി, റൈറ്റ്? സോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം എന്ന് പറയാം. ഓക്കെ, സോ ഒന്നെങ്കിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പം അല്ലെങ്കിൽ ഹൈറ്റ് ചേഞ്ച് ചെയ്യുമ്പം ഗെയിൻ ചെയ്യുന്ന എനർജിയാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി. ഇപ്പം ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചു. ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സോറി, ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? mg ആയിരിക്കും, റൈറ്റ്? അപ്പം ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഇതിപ്പോൾ h1 ആണെങ്കിൽ വി ക്യാൻ സേ ദ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു mg h1. സോ ഓക്കെ, സോ ദ നെക്സ്റ്റ് കേസ്, ഇതിൻ്റെ ഹൈറ്റ് ഞാൻ ഒന്നും കൂടി കൂട്ടി. ഓക്കെ, ആൻഡ് ഐ എം കെപ്റ്റിംഗ് ദ സെയിം മാസ് ഹിയർ. ഓക്കെ, ദിസ് ഈസ് mg. സോ എന്ത് ചെയ്തു? ഹൈറ്റ് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് ഞാൻ കൂട്ടി, റൈറ്റ്? അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ ആണെങ്കിലോ ഹൈറ്റ് വല്ലാണ്ട് കൂടി. അപ്പോൾ എന്തായിരിക്കും? അത്രയും ഹൈറ്റും കൂടി എന്തിൻ്റെ കൂടെ വരും? ഡിസ്പ്ലേസ്മെന്റിന്റെ കൂടെ വരും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് mg. ഇപ്പം ഈ ഹൈറ്റ് ഞാൻ h2 എന്ന് എടുക്കുവാണെങ്കിൽ mg h2. സോ ഹൈറ്റ് ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്? പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ദ വർക്ക് ഡൺ ഹിയർ ഇസ് mgh, which is nothing but the potential energy U, which is equal to mgh. Potential energy in U വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. So we can say mgh. G is nothing but acceleration due to gravity. ഭൂഗുരുത്വ ത്വരണത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? G എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? So potential energy and kinetic energy, that is taking sum of this, we will get mechanical energy. Potential energy എന്ന് പറയുന്നത് ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴോ ഗെയിൻ ചെയ്യുന്ന എനർജിയാണ്. ആൻഡ് കൈനറ്റിക് എനർജി ഇസ് നത്തിങ് ബട്ട് ഒരു ഒബ്ജക്റ്റിന്റെ മോഷനിൽ അക്വയർ ചെയ്യുന്ന എനർജി. ക്ലിയർ അല്ലേ? സോ ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് അവർ ചാപ്റ്റർ, പവർ, വർക്ക് ഡൺ പെർ യൂണിറ്റ് ഏരിയ. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് വർക്ക് ഡൺ പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു ഒബ്ജക്റ്റ് ചെയ്യുന്ന വർക്കിനെയാണ് എന്ത് പറയുക? പ്രവൃത്തിനെയാണ് എന്ത് പറയുക? അതിനാണ് നമ്മൾ പവർ എന്ന് പറയാം. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ P is equal to work done by time. ഓക്കെ, പ്രവൃത്തി എന്ന് പറയുന്നതിൻ്റെ എന്താണ്? ഒരു യൂണിറ്റ് സമയത്തിലുള്ള പ്രവൃത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? പവർ എന്ന് പറയാം. യൂണിറ്റ് ഇസ് നത്തിങ് ബട്ട്, യൂണിറ്റ്സ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക? വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ഡിവൈഡഡ് ബൈ സെക്കൻഡ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് വി ക്യാൻ സേ വാട്ട്. ഓക്കെ, പവറിന്റെ യൂണിറ്റ് നമ്മൾ വാട്ട് ആണ്. ക്ലിയർ അല്ലേ? സോ ഐ ഹോപ്പ് എവറിഥിങ് ഇസ് ക്ലിയർ. നൗ we are going to solve problems. Okay, so our first question, listen carefully. If a force of 50 Newton is continuously applied to an object and the object is displaced 2 meter in the direction of the force, calculate the work done by the force. അതായത് ഒരു വസ്തുവിന്റെ മുകളിൽ 50 ന്യൂട്ടൺ ഫോഴ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വസ്തുവിന്റെ ബലത്തിന്റെ ദിശയിൽ, അതായത് ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദിസ് ഇസ് നത്തിങ് ബട്ട് 50 ന്യൂട്ടൺ. ആൻഡ് ആ വസ്തുവിന്റെ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ, ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ആ ഡയറക്ഷനിൽ തന്നെ എന്തുണ്ടാകുന്നു? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നു. ഡിസ്പ്ലേസ്മെന്റ് എത്ര മീറ്റർ ആണ്? 2 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നു. അപ്പൊ എന്ത് കാണണം? വി ഹാവ് ടു ഫൈൻഡ് ദ വർക്ക് ഡൺ. ഓക്കെ, സോ വർക്ക് ഡൺ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? വിച്ച് ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഇൻ ടു displacement, D or S. So work done is equal to 50 into 2, which is nothing but 100 joule. Work done എന്ന് പറയുന്നത് എത്രയാണ്? 100 joule ആണ് work done. Clear? ശ്രദ്ധിക്കേണ്ടത് ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ തന്നെയാണോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുള്ളതെന്ന്. Here the next case. A ball of mass 1 kg thrown upward reaches a maximum height of 5 meter. Calculate the work done by the force of gravity during the vertical displacement. 1 കിലോഗ്രാം മാസുള്ള ഒരു ബോൾ മുകളിലേക്ക് എറിഞ്ഞ് 5 മീറ്റർ ഉയരത്തിലെത്തുന്നു. ഓക്കെ, അതിന്റെ മാക്സിമം ഹൈറ്റ് ആണ് അത് അറ്റൈൻ ചെയ്യുന്നത് 5 മീറ്റർ. ആൻഡ് സ്ഥാനചലനത്തിനെതിരായി ഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി കണക്കാക്കുക. സോ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എങ്ങോട്ടായിരിക്കും? ഒരു ബോൾ അപ്വേർഡ് ആയിട്ട് ത്രോൺ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ചെയ്ത വർക്ക് ഡൺ ആണ് കാണേണ്ടത്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്തായിരിക്കും? താഴേക്കായിരിക്കും അല്ലേ? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി താഴേക്കായിരിക്കും. ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് അലോങ് അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്? വർക്ക് ഡൺ ഇവിടെ നെഗറ്റീവ് ആണ്. സോ
Write the equation, work done which is equal to minus F into S. But here we have to find out the force, right? Force തന്നിട്ടുണ്ടോ? Force നമുക്ക് എങ്ങനെ കാണാം? Force is nothing but M into G, right? M into G. 9.8 ആണ് G യുടെ value. So F is equal to mass എന്ന് പറയുന്നത് 1 into 9.8 which is equal to 9.8. Right? Now we can easily find out the work done, which is equal to minus 9.8 into displacement is how much? 5 meter, maximum height, 5 meter. Okay, so while doing this, you will get minus 49 joule. Clear? അപ്പോൾ ഇവിടെ ചെയ്ത work done എന്ന് പറയുന്നത് എന്താണ്? minus 49 joule ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് force of gravity ചെയ്ത work done ആണ് ചോദിച്ചത്. Force of gravity downward ആണ്, displacement is opposite to that. Clear? Next, what is the kinetic energy produced by a 1500 kilogram car traveling at 20 meter per second? Easy one, direct question. ഒരു ഒബ്ജക്റ്റ്, അതായത് ഒരു കാറ് 1500 ആണ് അതിൻ്റെ കിലോഗ്രാം, 1500 കിലോഗ്രാം മാസ് ആണ് അതിനുള്ളത്. ആൻഡ് അത് എത്ര മീറ്റർ പെർ സെക്കൻഡിലാണ് ട്രാവൽ ചെയ്യുന്നത്? അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ്. പ്രവേഗം എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആ കാറിൻ്റെ കൈനറ്റിക് എനർജി കാണണം, ഗതികോർജം കാണണം. ഓക്കെ, ഗതികോർജം കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? half mv square, right? Half mass is how much? 1500 into how much? 20 v square. So we have to 20 into 20. So while doing this, you will get 20, 20 and 50. Oh wait, 60,000. 60,000. No, it's 6 lakh. Okay. 6 lakh divided by 2, you will get 3 lakh. The kinetic energy is nothing but 3 lakh. Just half mv square. Now the next. A boy of mass 50 kg riding a bicycle with a speed of 2 meter per second. If the bicycle has a mass of 10 kg, calculate the total kinetic energy. Here നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ചോദിച്ചത് ഒരു കുട്ടി 50 കിലോഗ്രാം മാസ് ഉള്ള ഒരു കുട്ടി 2 മീറ്റർ പെർ സെക്കൻഡ് വേഗതയോടെ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ആൻഡ് സൈക്കിളിന് എത്ര മാസ് ഉണ്ട്? 10 കിലോഗ്രാം മാസ് ഉണ്ട്. എങ്കിൽ ആകെ ഗതികോർജ്ജമാണ് ചോദിച്ചത്. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ ഗതികോർജ്ജം അല്ല ചോദിച്ചത്, കൈനറ്റിക് എനർജി അല്ല ചോദിച്ചിട്ടുള്ളത്, ടോട്ടൽ സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജിയാണ്. സോ ഫസ്റ്റ് വി ഹാവ് ടു ആഡ് ദ മാസ്. ഓക്കെ, സോ mass is nothing but we can say m1 എന്ന് പറയുന്നത് ഞാൻ കുട്ടിയുടെ മാസ് ആയിട്ട് എടുക്കുന്നു, m2 എന്ന് പറയുന്നത് നമുക്ക് സൈക്കിളിന്റെ മാസ് ആയിട്ട് എടുക്കാം. എത്രയാണ്? m1 എന്ന് പറയുന്നത് 50 kg പ്ലസ് സൈക്കിളിന്റെ മാസ് എത്രയാണ്? 60 kg. So which is equal to 10 kg which is equal to 60 kg. The total mass is 60 kg. Now we have to find out the kinetic energy. Kinetic energy is nothing but half mv square. So half mass എത്രയാണ്? 60 into v which is 2 square, 2 into 2. So while doing this, you will get 240 divided by 2 which is nothing but you'll get 12. So 120 എന്താണ്? 120 joule. Okay, അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ വർക്ക് ഡൺ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഗതികോർജം എന്ന് പറയുന്നത് എത്രയാണ്? 120 joule ആണ്. Clear alle? The next one. A bird of mass 0.5 kg flies with the same velocity while maintaining a height of 5 meter. When its kinetic energy and potential energy are equal, what is the potential energy of the bird? And the big question is, what is the velocity of the bird? It's actually consistent ആയിട്ടുള്ള bird ആണ് കേട്ടോ. അതായത് 5 meter ഹൈറ്റിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ 0.5 കിലോഗ്രാം മാസുള്ളൊരു പക്ഷി 5 മീറ്റർ ഉയരം നിലനിർത്തിക്കൊണ്ട് ഒരേ പ്രവേഗത്തിൽ പറക്കുന്നു. ഈ അവസരത്തിൽ ഇതിന്റെ ഗതികോർജവും സ്ഥിതികോർജവും തുല്യമെങ്കിൽ പക്ഷിയുടെ സ്ഥിതികോർജം കണക്കാക്കുക. സോ ഹിയർ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എന്ത്? പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി. ഓക്കെ, കണ്ടീഷൻ ഇസ് പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു kinetic energy, right? So എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക? പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. m
GH. So ഇവിടെ mass തന്നിട്ടുണ്ട് and H തന്നിട്ടുണ്ട്, height തന്നിട്ടുണ്ട് and G is also there. So how we can find? Mass എത്രയാണ്? Mass എന്ന് പറയുന്നത് 0.5 into acceleration due to gravity they given 10 into height എന്ന് പറയുന്നത് എത്രയാണ്? 5. So we will get 25, which is the potential energy. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. സോ നമുക്ക് എന്താ എഴുതാം? കൈനറ്റിക് എനർജി ഈസ് ഓൾസോ ഈക്വൽ ടു 25 ജൂൾ. സോ നെക്സ്റ്റ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ ആൻസർ ആയി. പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് എന്താണ്? 25 ജൂൾ ആണ്. നൗ ദ ബി ക്വസ്റ്റ്യൻ. ഓക്കെ, ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ പക്ഷിയുടെ പ്രവേഗം, വെലോസിറ്റി ആണ് ചോദിച്ചത്. വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വിച്ച് ഇസ് നത്തിങ് ബട്ട് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു half mv square. ഓക്കെ, ആൻഡ് മാസ് 0.5, വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ കൈനറ്റിക് എനർജി വിച്ച് ഇസ് 25 വിച്ച് ഇസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഹാഫ് ഇൻറ്റു മാസ് 0.5 into v square. So first I'll write here the how to arrange the equation. Kinetic energy is equal to half mv square. ഈ v square ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1/2 and m. Okay, that will go to this side. What will get? 2 into kinetic energy divided by m, which is equal to v square. Right. So just doing that. 2 into kinetic energy എത്രയാണ്? 25. So wait. 25 divided by mass is how much? 0. നമ്മുടെ ബോർഡ് നല്ലപോലെ വർക്ക് ചെയ്യുന്നില്ല. Which is equal to v square. So 25 into 2, which is equal to 50. Oh my God. 0.5. I'm sorry guys, this is not working. Into what we'll do? Multiply with 10. We will get 500. Wait. So I'm going to write here. Let me try. V square is equal to 2 into kinetic energy by mass. Right, here it's working. So 2 into kinetic energy is how much? It was 25, right? Yes. 25 divided by mass is 0.5. So this will get 50 divided by 0.5. So how to do this? Multiply with 10. So 500 divided by 5. This is nothing but 100. Right? But don't stop here. Okay. ഇവിടെ നമുക്ക് കിട്ടിയത് v square ആണ്. v square is equal to 100. So what we have to do? v square 100 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ v കണ്ടുപിടിക്കുക? v is nothing but taking square root of 100. You will get 10 and unit meter per second. Again. Okay. Meter per second. Okay. നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് നമ്മൾ കണ്ടുപിടിക്കുന്ന v square ആണ്. നമ്മൾ ചിലപ്പോൾ v square is equal to 100 എന്നുള്ളത് നമ്മൾ v is equal to 100 എന്ന് എഴുതി പോകാൻ പറ്റിപ്പോരുത്. സോ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് എടുക്കണം. യു വിൽ ഗെറ്റ് 10 meter per second. Now, if an object thrown up with kinetic energy 20 joule reaches a maximum height of 2 meter, what is the mass of the object? Okay. 20 ജൂൾ ഗതികോർജ്ജത്തോടെ മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റിന് കൈനറ്റിക് എനർജി എത്രയാണ്? 20 ജൂൾ ആണ്. അത് മുകളിലേക്ക് എറിയുമ്പോൾ അപ്പോൾ പരമാവധി 2 മീറ്റർ ഉയരത്തിലെത്തുന്നത്. മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്യുന്നത് എത്രയാണ്? 2 മീറ്റർ ഉയരത്തിലാണ്. അപ്പോൾ വസ്തുവിന്റെ മാസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കൈനറ്റിക് എനർജിയാണ് തന്നിട്ടുള്ളത്. കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു 20 ജൂൾ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? വിച്ച് ഇസ് നത്തിങ് ബട്ട് mgh, which is equal to potential energy. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 20 ആണ് അല്ലേ? ആൻഡ് ഇവിടെ മാസ് എത്രയാണ്? മാസ് നമ്മൾ കണ്ടുപിടിക്കണം. g എത്രയാണ്?
which is mass into 10 into height 2 meter. So while doing this, we'll get m into 20, which is equal to 20 joule. So how to find out the mass? We are multiplying here, so it will go to this side, dividing. So m is equal to 20 divided by 20, which is nothing but 1 kilogram. It's that simple, right? So appam idinte mass ethrayana 1 kilogram. The next one, if a person of mass 50 kg takes 60 seconds to climb 20 flights of stairs of height 50 centimeter each, calculate his power. 50 kilogram mass ഉള്ള ഒരാൾ 15 സെന്റിമീറ്റർ വീതം ഉയരമുള്ള 20 കോണിപ്പടികൾ കയറാൻ വേണ്ടിയിട്ട് 60 സെക്കൻഡ് സമയം എടുക്കുന്നു എങ്കിൽ അയാളുടെ പവർ കണക്കാക്കുക. പവറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പവർ ഇസ് നത്തിങ് ബട്ട് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. സോ P is equal to work done per time. So ഇവിടെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? വർക്ക് ഡൺ കണ്ടുപിടിക്കണം. വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇവിടെ മാസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വർക്ക് ഡൺ. സോ വിച്ച് ഇസ് ഈക്വൽ ടു mgh. മാസ് എത്രയാണ്? മാസ് ഇസ് നത്തിങ് ബട്ട് ഐ എം റൈറ്റിംഗ് ഹിയർ, മാസ് ഇസ് നത്തിങ് ബട്ട് 50 kg. ഓക്കെ, മാസ് എന്ന് പറയുന്നത് 50 kg ആണ്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ്. ആൻഡ് ജി എന്ന് പറയുന്നത് എത്രയാണ്? 10 എടുക്കാം. ഓക്കെ, ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഹൈറ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, 20 ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ് ഓഫ് ഹൈറ്റ് 50 സെന്റിമീറ്റർ. ഓരോ സ്റ്റെയർസിന്റെയും ഹൈറ്റ് എത്രയാണ്? ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. അങ്ങനത്തെ 20 എണ്ണമാണ് കയറുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 20 into 50. How much you will get? We'll get 300. But don't write this because ഇവിടെ എന്താണ്? 50 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കൺവേർട്ട് ചെയ്യണം അല്ലെ? അപ്പൊ ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം മീറ്ററിലേക്ക്? 300 divided by 100, you will get 3 meter. This is the answer. If you are directly substituting this, you will get the wrong answer. So height എന്ന് പറയുന്നത് എത്ര കിട്ടി? 3 meter കിട്ടി. So I am going to write again here. Mass is equal to 50 kg. So G is equal to, again, G is equal to 10 and H is nothing but mass is equal to 50 kg, H is equal to 3 meter and G is equal to 10. So we can find the mgh. Mgh which is equal to 50 into 10 into 3. Right. So this is nothing but 500 into 3. So you will get 1500 kilogram. No, it's not in kilogram. Okay, joule. So we are finding out mgh. So now here work done per time, right? Work done by time. So time is how much? Time is nothing but 60, right? So work done by time, which is 1500 divided by time is how much? Time is 60. So when you're doing this, you will get 25. 25 watt. 25 watt. So the power is nothing but 25 watt. So here, first I'll tell you one more what we have done. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒബ്ജക്റ്റിന്റെ മാസ് തന്നിട്ടുണ്ട്, 60 സെക്കൻഡ് കൊണ്ട് 20 ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ് കയറുന്നു, ഓരോന്നിന്റെ ഹൈറ്റ് 50 സെന്റിമീറ്റർ. നമ്മൾ പവർ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ ആദ്യം പവർ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ടൈം ആണ്. നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നു. സോ വർക്ക് ഡൺ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹൈറ്റ് ചെയ്യുമ്പോൾ 50 സെന്റിമീറ്റർ ആണ്. സോ വി ഹാവ് ടു കൺവേർട്ട്, റൈറ്റ്? സോ വിൽ ഗെറ്റ് 3 മീറ്റർ. ദെൻ വി ആർ ഫൈൻഡിങ് എന്ത് കണ്ടുപിടിക്കുന്നു? നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നു. വർക്ക് ഡൺ കിട്ടി. ആഫ്റ്റർ ദാറ്റ് പവർ കണ്ടുപിടിക്കുന്നു, 25 വാട്ട്. ഓക്കെ, നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? Estimate the work done of an object of mass 80 kg to change its velocity from 5 meter per second to 10 meter per second. Easy question. Okay, 80 kilogram mass ഉള്ള ഒരു വസ്തുവിന്റെ പ്രവേഗം 5 meter per second ൽ നിന്ന്
10 മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തി കാണുക. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇനീഷ്യലി കൺസിഡർ ഒരു ഒബ്ജക്റ്റ് യുയിലായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പം അത് വിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള എനർജി കാണാൻ പറയുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ഡൺ കാണാൻ പറയുമ്പം ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നമ്മൾ എന്ത് വർക്ക് എനർജി പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചതാണ്. വർക്ക് ഡൺ വിച്ച് ഇസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഫൈനൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക, ഇനീഷ്യൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക, സബ്സ്ട്രാക്ട്. ഓക്കെ, so we can do it. Work done which is equal to half m v1 square minus half m v square. Right, ഇവിടെ നമുക്ക് മാസ് എന്താണ്? മാസ് എന്ന് പറയുന്നത് 80 kg ആണ്. സോ 1/2 ഇൻറ്റു 80 ഇൻറ്റു വി എന്ന് പറയുന്നത് എത്രയാണ്? ഫൈനൽ. ഓക്കെ, ഐ എം ടേക്കിംഗ് 10 as v1 and 5 as v. Okay, initial v എന്ന് പറയുന്നത് 5 meter per second, final 10 meter per second. Substituting directly, so 10 into, so v square 10 into 10, right? After that it's minus half 80 into how much? 5 into 5. So this you will get 8,000 divided by 2, you'll get 4,000, right? 4,000 minus here also how much you'll get? This is 2,000. Okay, 2,000 divided by 2, you will get 1,000. So 4,000 minus 1,000, nothing but 3,000. 3,000 joule. Okay, സോ ദ വർക്ക് എന്ന് പറയുന്നത് അവിടെ എത്രയാണ്? 3000 ജൂൾ ആണ്. നമ്മൾ എന്താ ചെയ്തത്? ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് അവിടെ കാണിച്ചത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിന്ന് ഫൈനൽ വെലോസിറ്റിയിലേക്കുള്ള വർക്ക് ഡൺ ആണ് ചോദിച്ചത്. ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നമ്മളപ്പോൾ ഓരോ സിറ്റുവേഷനിലെയും കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു, അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. സോ വിൽ ഗെറ്റ് 3000 ജൂൾ. ദാറ്റ് ഇസ് ദ വർക്ക് ഡൺ, റൈറ്റ്? അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ പ്രോബ്ലംസും സോൾവ് ചെയ്തു. Now you can actually go and watch the match, right? So ellaru idu nannayittu padikka. So we'll meet soon with another chapter. Thank you. Bye. Oh my God.